തൻ്റെ മുന്നിൽ ഒന്ന് പെടാതിരുന്നാൽ മതി. ആ പെൺകുട്ടിനെ എങ്ങനെ കാണുക? വാതിലടച്ച് വെച്ചിട്ട് കുട്ടികൾ എന്താ കാട്ടുന്നത്? അതാര് സാധ്യ എന്താ വന്നിക്കണിങ്ങനെ? വെറുതെ ഒന്ന് ഇങ്ങനെ വന്നിട്ട് പോകാൻ വന്നതാണ്. വെറുതെ വന്നിട്ട് പോവാൻ പറഞ്ഞിട്ട് വന്നതാ? നീ അങ്ങനെ വെറുതെ വരുന്ന ആളൊന്നുമല്ലല്ലോ. ഇത്താനെ കണ്ടിട്ട് തന്നെ കൊറേ ആയല്ലോ. അതാണ് ഞാനിപ്പോ കുടുംബശ്രീയിലും കാണലില്ല, ഒന്ന് കണ്ടുപോകാൻ വെച്ചിട്ട് വന്നതാണ്. ഇനി മോളെ ഞാൻ എങ്ങനെ ശ്രീശക്തിയിലേക്കൊക്കെ വരിക? ഇവിടെ ഉണ്ടായിരുന്നില്ല, പിന്നെ വരാണ്ടാണ്. പിന്നെ ഇവിടെ ഉണ്ടായിട്ടുമില്ല. മോളുടെ വീട്ടിലേക്ക് പോക്കായിരുന്നു, ഊട്ടിയിലേക്കേ. അവിടെ ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാണ്. ഇനിയിപ്പോ വരണം. പിന്നെ ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ ആ നേരത്തായിരിക്കും പണിയും കാര്യങ്ങളും. പിള്ളേർക്കൊക്കെ ലീവല്ലേ ഞായറാഴ്ച ദിവസം. അതുകൊണ്ടാണ് എന്തായാലും ഒരുപോലെ വരണം. പിന്നെ പെണ്ണുങ്ങളുടെ മോന്തയും മോളൊക്കെ കാണുമ്പോ എനിക്ക് എന്താ പറയാ, അതാണ് ഒരുപാടും. വരാണ്ടിരിക്കാനും പറ്റില്ലല്ലോ, നമ്മള് ചേർന്ന് പോയില്ലേ. എന്തായാലും വരണം, വരാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ നീയൊക്കെ അങ്ങനെ പോകണ്ട, നമ്മളെ കണ്ട് പോകണ്ട. എല്ലാരും വരുന്നുണ്ട്. എല്ലാരും എത്തുന്നുണ്ട്, എത്തുന്നില്ലല്ലോ. എല്ലാരും വരുന്നുണ്ട് അല്ലേ? എല്ലാരും വരുന്നുണ്ട്. കാണാൻ അല്ലടി, ഞാനൊരു കാര്യം അറിഞ്ഞ്. അത് ശരിയാണോ നുണയാണോന്ന് എനിക്കറിയില്ല. നിന്നെ കാണാൻ വേണ്ടിയിരിക്കുന്നേ, ചോദിക്കാൻ വേണ്ടിയിട്ട്. അല്ല, ആ കുഞ്ഞുമൂടെ മോളുടെ പ്രശ്നം എന്തായി? അത് ശരിയാണോ? അതെന്തോ ഒരു എന്താണ് ക്ലിയർ ആയിട്ട് അറിയില്ല. പെട്ടെന്ന് തീരുമാനിച്ച് നിക്കാഹ് ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തൊരു കഷ്ടല്ലേ. പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല. എങ്ങനെയൊക്കെയാണ് ആ പെണ്ണ് ആ കുട്ടികളെ വളർത്തിയില്ലേ? ഉപ്പല്ലാണ്ട് എങ്ങനെയൊക്കെയാ വളർത്തി. എത്ര ഒരു നല്ലൊരു സ്നേഹത്തോടെ മക്കളെ വളർത്തിയിട്ട് അവർ മോള് ചെയ്ത കാര്യം കണ്ടില്ലേ? ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ ആ സ്റ്റാറ്റസിൽ കണ്ടിട്ടാണ് ഇത്. പിന്നെ നിന്നെ ആരോടും ചോദിക്കാൻ പറ്റില്ല. ചിലവര് ചോദിച്ചാല് തിരിച്ചടി കിട്ടുമ്പോൾ അവര് നമ്മളോട് പറയാം, നമുക്ക് ഉറപ്പിക്കും. എന്നോടാകുമ്പോ എന്തും തുറന്ന് സംസാരിക്കാലോ. അപ്പൊ ഇന്നെ കാണണം പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ എന്തോ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന്, എന്ത് പണിയാ അവള് ചെയ്തില്ലേ മക്കള്. പാവണ്ട് പെണ്ണില്ലേ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവള് ഈ മക്കളെയൊക്കെ പോറ്റി ഉണ്ടാക്കി നല്ല പോലെ. അയ്യോ, എന്തൊരു കഷ്ടയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നല്ലൊരു മോള്. അത് നിക്കാഹൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞു എന്നാ പറയണ കേട്ട്. പിന്നെ അവര് അത് പുറത്തേക്ക് വിടാണ്ട് അങ്ങനെ വെച്ചിരിക്കാണ്. അതൊക്കെ ഞാനിപ്പോ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ചോദിക്കുമ്പോഴാണ് ഓര് പറഞ്ഞത്. ഞാൻ ഇത്താനോട് പറഞ്ഞുള്ളൂ, അത് നിക്കാഹ് കഴിഞ്ഞിക്കണു. പിന്നെ എന്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ എന്താണ് വിശേഷങ്ങളൊക്കെ? അങ്ങനെ പോണു. അതെ, എവിടെത്താ മരോളില്ല ഇവിടെ? അവളെവിടെ ഉണ്ട്? അവളെ അടുക്കളയിലാ. അതെ, എന്നാ ഞാൻ അവളൊന്ന് കണ്ടിട്ട്. ആയിക്കോട്ടെ. ഇന്നെന്താ മോളെ കാണാൻ പോണു? എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. സാലിക്കുട്ടി, എന്താ മോളെ പണിയിലാണോ? ഷായിത്താത്ത എപ്പളാ വന്ന്? ഞാൻ ദാ ഇപ്പൊ. അതെ, എന്ത് നേരത്തെ വന്നിക്കണ്? വെറുതെ ഉമ്മാനെ ഒന്ന് കാണാൻ പറഞ്ഞിട്ട് വന്നതാണ്. ശരി, ഇരിക്കേ. ഞാൻ ഉപ്പാക്ക് ചായ വെക്കാന്ന് പറഞ്ഞിട്ട് കേറിയല്ലേ. മോളെ ഇരിക്ക. മോളെ ഒന്ന് കണ്ടിട്ട് ഒന്ന് കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു 2 വളയൊന്ന് വേണം. ഒരു കുടുംബത്തൊരു കല്യാണം ഉണ്ടേ, അതിനൊന്ന് പോണം. കുടുംബത്തെ എല്ലാരും ഉള്ളവരാണ്. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ലല്ലോ. അപ്പൊ നാളെയാണ് മോളെ പരിപാടി. ഞാന് പരിപാടി കഴിഞ്ഞത് വൈകിട്ട് കൊണ്ടുതരാം. അമ്മാനോടൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ എന്തായാലും അത് ഇല്ലാന്ന് തന്നെ പറയുള്ളൂ. അതാ മോളോട് ചോദിക്കും. അപ്പൊ വള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാ. അതിനെന്താ താത്ത കൊണ്ടുപോയിക്കോ, അതൊന്നും കുഴപ്പമില്ല. നാളെ വൈകുന്നേരം ആകുമ്പത്തേനും കൊണ്ടുവന്നാ മതി. എന്റെ പുറയില് വള ഇരിക്കുന്നുണ്ട്, അൽമരിയിൽ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത തരാം നിങ്ങൾക്ക്. ആയിക്കോട്ടെ മോളെ. അതെ മോളെ, ഉമ്മ അറിയണ്ട കേട്ടോ. ഉമ്മാനോട് പറഞ്ഞിട്ടില്ലേ? ഉമ്മ അറിഞ്ഞ എന്തായാലും സമ്മതിക്കില്ല. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഉമ്മാന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉമ്മക്കൊന്നും പറയില്ല. നിക്ക, ഞാൻ പോയി എടുത്തിട്ട് വരാം എന്നാല്. ശരി. പോയാ? താത്ത, ദേ ഈ 2 മതിയാവില്ലേ? മതി മോളെ. എന്തായാലും ഞാൻ വൈകുന്നേരം കല്യാണം കഴിഞ്ഞത് കൊടുന്നേരാം കേട്ടോ. ഒരു പൊതിയാൻ എന്തെങ്കിലും, ഒരു കവർ എന്തെങ്കിലും. പേപ്പറിലെ പേപ്പർ എടുത്തോ. ആയിക്കോട്ടെ. നാളെ വൈകുന്നേരം ആകുമ്പത്തേനൊന്ന് കൊടുന്നോന്നാ മതി. ശരി മോളെ. ശരി. ശരി, ഞാൻ പോട്ടെ. എനിക്ക് കുറച്ചു പോവാന്നേ. ഇല്ല, പോട്ടെ. മോൻ വരാനായേ. അവൻ വന്ന ചോറ് കൊടുക്കണ്ടേ. ശരി എന്നാ. ഇരിക്കല്ലേ? ഇല്ല, പോട്ടെ. കയ്യിലൊരു പൊതി. സാലിക്കുട്ടിയെ, എന്താ കയ്യിലൊക്കെ പിടിച്ചിട്ട് പോണ്ടല്ലോ?
സാലിക്കുട്ടി എന്താ പെണ്ണിന്റെ കയ്യിലൊരു പൊതി കണ്ടല്ലോ അതിന്? അത് ആ താത്തക്ക് എന്തോ നാളെ ഒരു പരിപാടി ഉണ്ടെന്ന് പറയണ്ടായിരുന്നു കല്യാണത്തിന്. അപ്പൊ ഇന്റെ 2 വള എടുത്തു കൊടുത്തതാമ്മ. വള കൊടുക്കേ? ആ വള ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തോ കുടുംബത്തില് വലിയ വലിയ ആൾക്കാരാണ്, സ്വർണ്ണം ഇടാനില്ല അങ്ങനെയാണ് എന്തൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ വള 2 എടുത്തു കൊടുത്തു. അതെങ്ങനെയാ നിന്റെ ഇഷ്ടത്തിന് കൊടുക്കുക? ഇവിടെ വലിയവരില്ലേ, വലിയവരോട് ഒരു ചോദിക്കുന്ന ഒരു കടമയൊന്നുമില്ലേ? ഉപ്പുണ്ട് എന്നോടൊരു വാക്ക് ചോദിച്ചേക്ക് വള കൊടുക്കണെന്ന്. ഇല്ലമ്മ അത് കൊടുന്ന് തരുമല്ലോ, നാളെ വൈകുന്നേരം ആകുമ്പത്തിന് എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. മുഴുവനും വാങ്ങിച്ചിട്ട് വളയായാലും സ്വർണ്ണ കാശായാലും എല്ലാം മേടിച്ചു വെച്ച ഒരാളും കൊടുക്കില്ല ഇപ്പൊ സാധന. ഒരാളൊരു മുതൽ കൊടുക്കണില്ല. ഈ വന്ന് ചോദിക്കും എനിക്ക് എന്തിനാ നീ കൊടുത്ത്, എന്നാ നീ ഉമ്മാടെ ഉപ്പാടെ ഒരു വാക്ക് ചോദിച്ചാ? ഇല്ലമ്മ അത് വന്ന് പറഞ്ഞു. പിന്നെ ആ പെണ്ണിന് എന്നോട് ചോദിച്ചൂടെ മരുവളുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ അടുക്കളയിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നിന്നോട് വന്നിട്ട് പനിഞ്ഞനെ വന്ന് മേടിച്ചു, നിനക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. എന്നാ പിന്നെ ആ പെണ്ണിന് എന്നോട് ചോദിച്ചൂടെ? ചെയ്തു. അത് വൈകുന്നേരം ആകുമ്പത്തിന് കൊണ്ടുവന്ന് തരാന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും, അത് കൊണ്ടുവന്ന് തരും. അങ്ങനെയാണെങ്കിൽ ആ പെണ്ണ് എന്നോട് ചോദിച്ചൂടെ? ഞാൻ എന്റെ കയ്യില് ചുരുട്ടി എന്നെ മറച്ച് പിടിക്കണേ, അതെന്നാ വന്ന് ചോദിച്ചത്. നിനക്ക് ആരോടൊന്നും ഒരു വാക്ക് ചോദിക്കേണ്ട ഒരു ഇതില്ല. വീട്ടിലൊരാളുണ്ട്, വീട്ടിലെ ഒപ്പാടെ ഉമ്മാടെ ഒന്ന് ചോദിക്കണം എന്നുള്ളൊരു ഇതില്ല അല്ലെ? നിന്റെ ഇഷ്ടത്തിൽ അങ്ങനെ ഊരി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ എന്ത് ചോദിച്ചാലും നീ ഊരി കൊടുക്കോ? നിന്റെ ഇഷ്ടത്തിന് കൊടുക്കാനൊന്നും പറ്റൂല. ഇവിടെ വീട്ടില് നാഥന്മാരുണ്ട്, നാഥന്മാരോട് ചോദിച്ചിട്ടാണ് കൊടുക്കുക. അമ്മ ഇതെങ്ങനെ ചോദിക്കണ്, കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ടാന്ന് ഞാൻ പറയും. അല്ലാണ്ട് മുതല് കൊടുക്കണതിനെ പറ്റിയിട്ടല്ല, കൊടുത്തിട്ട് തിരിച്ചു തരാത്ത കാര്യങ്ങളൊക്കെ പെണ്ണ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി എന്റെ അടുത്ത് വാങ്ങിച്ചിട്ട് പോയി നാനും പട്ടതായില്. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. താത്ത എന്തോ വിഷമം പോലെ പറഞ്ഞു. വിഷമം പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ അപ്പുറത്തിരിക്കണില്ലേ, ഉപ്പല്ലേ? നിന്റെ ഇഷ്ടത്തിന് കൊടുത്തേക്ക്. ഇതുപോലെ എന്ത് കാര്യം ചോദിച്ചാൽ നിന്റെ ഇഷ്ടത്തിന് ഭാര്യ കൊടുക്കുക, എടുത്തു കൊടുക്കുക. ഇല്ലമ്മ ഇനി ഞാൻ കൊടുക്കില്ല, അത് താത്ത കൊടുന്നു തരും എനിക്ക് തോന്നുന്നുണ്ട്. അനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നാളെ വന്നിട്ട് ചൈന ചോദിക്കും, ചൈന കൊടുക്കുക. പിന്നെ വന്നിട്ട് സാരി മേലെ ചോദിക്കാതെ എടുത്ത് കൊടുക്കുക. അല്ല നിന്റെ ഇഷ്ടമല്ലേ, നിന്റെ മുതലല്ലേ, ആരോടും ചോദിക്കണ്ടല്ലോ. അപ്പൊ തന്നെ അങ്ങനെ തന്റെ ഇഷ്ടം പാടില്ല കേട്ടാ. കിട്ടിയ ഭാഗ്യം വയസ്സിട്ട് നാളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കിട്ടിയ നീ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഉണ്ടല്ലോ അപ്പോഴായിരിക്കും ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന വിവരം. എന്ത് കണ്ടിട്ട് ഇപ്പൊ ഞാൻ എടുത്ത് കൊടുത്തു. ഇതിപ്പോ ആകെ ഉമ്മാന്റെ കയ്യിൽ നിന്നുള്ള ചീത്തയും കേട്ടു. നാളെ കൊണ്ടു തന്നാ മതി. എന്റെ ഫോൺ ഇവിടെ, അതിനൊരു വോയിസ് കൊടുക്കും.